ഹായ് കൂട്ടുകാരെ, ഇന്നൊരു താറാവ് കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ കാലത്ത് തന്നെ ഞങ്ങളൊരു പൂവൻ താറാവിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് താറാവിനെ കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം. കുറച്ച് വെളുത്തുള്ളി, 3-4 പീസ് ഇഞ്ചി, കുറച്ച് കാന്താരിയും പച്ചമുളകൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. അതിന് ശേഷം മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് ആണ് ഈ താറാവിനെ നമ്മൾ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കുത്തിച്ചതച്ചത് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾ പൊടി ഇടുന്നുണ്ട്. അത് പോലെ 1 സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഞാനിത് ഉരുളക്കിഴങ്ങ് ഇട്ടാണ് വെക്കണം, അപ്പോൾ അത് കാരണമാണ് കുറച്ച് ഉപ്പ് മുന്നിലിടുന്നത്. ഒരു 4 വിസിലടിക്കുന്നവരെ നമുക്കിത് ആദ്യം വലിയ ഒരു വിസിലടിപ്പിക്കുക, പിന്നെ ചെറിയ തീയിലിട്ടിട്ട് 3 വിസിലും കൂടി അടിച്ച് കഴിയുമ്പോൾ ഇത് വേകും. കാരണം ഇതൊരു 10 മാസം പ്രായമുള്ള താറാവാണ്. ഓക്കെ, താറാവ് ഞാൻ പൊട്ടറ്റോ ഇട്ടിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ 3 പൊട്ടറ്റോ ഞാൻ അതിന് നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താറാവ് കറിക്ക് ആവശ്യമായ 3 സവാളയാണ് ഞാൻ ഈ നുറുക്കി വെച്ചേക്കുന്നത് കേട്ടോ. നമുക്കതിനെ കാച്ചാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ 3 സവാള അരിഞ്ഞതിന് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അത് അവിടെ കിടന്ന് നന്നായിട്ട് മൊരിയട്ടെ കേട്ടോ. അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെ. നമുക്ക് അതിലോട്ട് മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതിന് എടുത്ത് വെച്ചേക്കുന്ന മസാലകൾ മല്ലിപ്പൊടി, ജീരകം പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും ചേരുവകളാണ് എടുത്ത് വെച്ചേക്കുന്നത് താറാവിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ നമ്മളത് അതിലോട്ട് ഇട്ട് കൊടുക്കും. ഇതിൽ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല. ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാത്ത വിധമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പം മസാലയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. മൂത്തിട്ടില്ലെങ്കിൽ ഒരു പച്ച മസാലയുടെ മണമായിരിക്കും വരിക. അപ്പോൾ അതൊന്ന് കുറച്ച് മസാല എടുത്തിട്ട് നമ്മൊന്ന് മണത്ത് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാകും. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് 2 വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് തിളപ്പിച്ച വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തീ കിടന്നിട്ട് ഒന്ന് വേകണം. വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ വേവിച്ച് വെച്ചേക്കണ താറാവിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്കിതിന് മൂടി വെക്കാം കേട്ടോ. അതപ്പോൾ അവിടെ സെറ്റാകട്ടിരുന്നു. തക്കാളിയെല്ലാം അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനേക്കൊന്ന് ഉടച്ചിട്ട് കൊടുക്കണം. മസാല പിടിച്ചതിനെയൊക്കെ അതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കരിഞ്ഞ ചുവയായിട്ട് അതങ്ങ് ഇളക്കിയിട്ടില്ല എങ്കിൽ. അപ്പം മസാല എല്ലാം മൂത്തോന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നേക്കുന്നുണ്ടാകും. അപ്പോൾ ഈ പരുവം എത്തുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചേക്കണ താറാവിനെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ താറാവിനെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കുക്കർ കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും. നമുക്കിതിനെല്ലാം ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് ഈ മസാലയിൽ കിടന്നൊരു 10 മിനിറ്റ് ചെറിയ തീ കിടന്നൊന്ന് സെറ്റാകണം. അപ്പോഴത്തേക്കും നല്ല താറാവ് കറി, താറാവ് റോസ്റ്റ് സെറ്റായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്തിരി ഉപ്പുണ്ടാ പുളിയുണ്ടാന്നൊക്കെ നോക്കണം. കുറച്ച് ഉപ്പും കൂടി ഇതിനാകാം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ താറാവ് റോസ്റ്റ് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഓക്കെ, ബൈ. സീ യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം.